ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ പ്രധാന അംഗമായ ലച്ചു. ഇതാക്കട്ടെ ലച്ചു കേട്ടോ. ഇപ്പൊ കണ്ട ആക്റ്റീവായിട്ട് ഭയങ്കര ആക്റ്റീവ് ആള് ബഹളമാണ്. ഇവളുടെ കുറച്ച് കാര്യങ്ങളാണ് ഈ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് സംഭവപരമായ ദിവസങ്ങളായിരുന്നു. അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇനി അടങ്ങിയിരുന്നേ, ഇനി ഓവർ ആക്ടിങ് ഒന്നും വേണ്ട, അടങ്ങിയിരുന്നേ ഇരുന്നേ. കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് ഏതാ ഇനം എന്നൊക്കെ മനസ്സിലായി കാണും. ലാബ്രഡോർ റിട്രീവർ എന്ന് പറയുന്ന ഇനത്തിൽ വരുന്ന ഡോഗാണ്. നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 6 വയസ്സുണ്ട്. ഫീമെയിലാണ്. ഈ കല്ലുണ്ടോ, ഇതാണ് പ്രധാന സംഭവം കേട്ടോ. ഇത് ഇവൻ കഴിഞ്ഞ ദിവസം എടുത്തങ്ങ് വിഴുങ്ങി അകത്ത് ചെന്നാൽ ഞങ്ങളാരും അറിഞ്ഞില്ല. ഇങ്ങനെ കടിക്കുന്ന ഒരു സ്വഭാവമില്ല. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് പുള്ളി ഈ സംഭവം എടുത്ത് വിഴുങ്ങിയെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് അതിനുശേഷം ഒരു 4 ദിവസം കഴിഞ്ഞാണ്. ആൾക്ക് 2 ദിവസമായിട്ട് ഭയങ്കര ഛർദിയും, ഭക്ഷണം കഴിക്കുന്നില്ല, കൊടുക്കുന്നൊന്നും വേണ്ട, ഇച്ചിരി വെള്ളം കുടിക്കും. ഇതാണ് ഇപ്പോഴും കണ്ട കല്ല് വേണം, അല്ലെങ്കിൽ കല്ല വേണ്ട. ഇത് അവൻ്റെ വയറ്റിൽ നിന്ന് ഞാൻ കീറി എടുത്തതാ. അങ്ങനെ കല്ലൊക്കെ വിഴുങ്ങിയത് നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെയും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ട് പോയി എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. എക്സ്റേ എടുത്തു, നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ എക്സ്റേ എടുത്തു. എക്സ്റേ എല്ലാം കഴിഞ്ഞ് ആണ് അതിനകത്ത് കാണുന്നത് ഇത് ഇങ്ങനെ ഒരു സംഭവം അവൻ്റെ കുടലിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഒരു വഴിയേ ഉള്ളൂ, സർജറി. തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ സർജറി ഒക്കെ ഷെഡ്യൂൾ ചെയ്തു. കല്ലിനോട് ഇപ്പോഴും അവന് ഭയങ്കര സ്നേഹമാണ്, ഇത് വേണം. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു, കുടല് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അന്ന് ഈ കല്ലെടുത്തു. അങ്ങനെ ഇപ്പോൾ സർജറി ചെയ്ത് റിക്കവറൊക്കെ ആയി. സൂച്ചറൊക്കെ റിമൂവ് ചെയ്തു. കഴിഞ്ഞ ദിവസം സൂച്ചർ റിമൂവലൊക്കെ ആയിരുന്നു. അങ്ങനെ ആളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം എല്ലാവരും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡോഗൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ കൊള്ളാം, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ചുമ്മാ അവിടെ ഇവിടെ കൊണ്ട് ഇട്ടേക്കായിരിക്കും. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഇത് ഇങ്ങനെ ഒരു സംഭവം ഛർദിയും കാര്യങ്ങളൊക്കെ കണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തിട്ടും വീണ്ടും ഛർദിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് എക്സ്റേ ഒക്കെ എടുത്തതുകൊണ്ട് മാത്രമാണ് ഇത് കണ്ടുപിടിച്ചതും നമുക്കത് എടുക്കാൻ പറ്റിയത്. കുറെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇത് കുടലിനകത്തൊക്കെ ചെന്ന് കിടന്നു കഴിഞ്ഞാൽ കുടലിൽ അത്രയും ഭാഗം നശിച്ചു പോകും. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് അതിനകത്തൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാം. ഇപ്പൊ നേരത്തെ കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സിന്റെ ഒക്കെ വിജയം എന്ന് പറയുന്നത്. അപ്പം ആളിപ്പോൾ ആക്റ്റീവായി. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, ആള് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചു കാലം വലിയൊരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഓക്കെ വരുന്നു. ഇപ്പോഴും കണ്ടി കല്ലിനോടൊരു പുള്ളിക്ക് വലിയ താല്പര്യം. അപ്പൊ ആസ് എ ഡോക്ടർ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വീടിന്റെ ഇതിലൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. നമ്മുടെ ആൾക്കാർ ഇതൊക്കെ എടുത്ത് കഴിക്കാനും വിഴുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിപ്പം 5-6 വയസ്സായിട്ട് ഇത്രയും കാലം അങ്ങനെ ഒരു ടെൻഡൻസി കാണിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പം ഒരു ഛർദിയോ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നിസ്സാരമായിട്ട് അതിനെ വിടാതെ അത് ഇമ്മീഡിയറ്റ്ലി തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക, അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് പറയാനുള്ളത്. അപ്പം അങ്ങനെ ഇതിപ്പം ഇങ്ങനെ ഒരു ലക്ഷണങ്ങളൊക്കെ വെച്ച് നമ്മളിങ്ങനെ പ്രത്യേകം ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ച് ഈ കല്ലെടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആളെ നമുക്കിപ്പോൾ ഈ ഒരു രീതിയിൽ ആളെ കിട്ടത്തില്ലായിരുന്നു. അപ്പൊ ഇതുപോലെ നോളജബിൾ ആയിട്ടുള്ള വീഡിയോസും എൻ്റെ എക്സ്പീരിയൻസസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പൊ ശരി, ബൈ. സ്റ്റേ സിറ്റ് 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 സിറ്റ്